ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഉള്ളത് എടപ്പള്ളിയിലാണ്. എടപ്പള്ളിയിൽ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, സ്മിർനോഫ് ഹോട്ടൽ അല്ലെ. അപ്പൊ സ്മിർനാളാട്ടം വന്നിട്ട് ഇത് നല്ല തീറ്റയിലാണ്, നല്ല തീറ്റ പ്രാന്തരാണെന്ന് പറയുള്ളൂ. ഒന്ന് പറയൂ. ഇങ്ങനത്തെ ഇന്നിട്ട് ഒരുപാട് ചാനലിൽ പരിപാടി എടുത്തുള്ളതാ. അപ്പൊ ഇങ്ങനെ തിന്നിട്ട് കാണിക്കണം, തിന്ന് കാട്ടണം. ചേട്ടൻ പണ്ടേ തൊട്ട് കുറെ ആൾക്കാർ തിന്ന് കുറെ നുണ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറ്റം പറയാനുള്ള എന്റെ ഹൈലൈറ്റാ. തിന്ന് ഒരു ഹോട്ടലിലേക്ക് ഇഷ്ടപ്പെട്ട അവിടെ കഷ്ണം കഴിക്കാൻ കയറി, അവിടെ കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ടാവുമ്പോ ഞാൻ അവിടെ റിവ്യൂ പറയും. അപ്പൊ അവര് കാശ് വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കണ്ടിന്യൂ ഈ പറഞ്ഞ തടി ശരീരത്തിൽ വന്നു. നാട്ടുകാരെ മറ്റേ ഇങ്ങനെ തിന്നും കാശ് ഉണ്ടാക്കി വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങി. ചേട്ടാ ഞാനിവിടെ വരുന്നു പറയുമ്പോ ചേട്ടൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നില്ല? കണ്ടംകൂട്ട് ബിരിയാണി. ഇത് കണ്ടംകൂട്ട് ബിരിയാണി അപ്പൊ ഞാൻ തുറക്കട്ടെ. തലശ്ശേരി ബിരിയാണിക്ക് മാറണം. അപ്പൊ ഞാൻ തിന്നിട്ടുണ്ട്. ചേട്ടാ റൈസ് മാത്രമല്ല, പീസൊന്നും ഇല്ലല്ലോ. ഇതാണ് പറഞ്ഞ ബിരിയാണി. ഇവിടുത്തെ ബിരിയാണി വെറും 15 രൂപ ഉള്ളൂ. 15 രൂപ? അതെ. ഈ ബിരിയാണിക്ക് ചിക്കൻ പീസ് വരുമ്പോൾ അതിന് അഡീഷണൽ കാശ് വേണം. സലാഡ് വരുമ്പോൾ അഡീഷണൽ കാശ് വേണം. ഈ അച്ചാർ വരുമ്പോ അഡീഷണൽ കാശ് വേണം. ചിക്കൻ പീസിന് ഇപ്പൊ 150 രൂപയാണെങ്കിൽ ഈ അച്ചാറിനില്ലേ 3000 രൂപയാണ്. ആമസോൺ കാട്ടില് പ്രത്യേകം പറഞ്ഞ നാരങ്ങ തയ്യല് അത് ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ അമ്മായിമാര് 30 വർഷം പഴക്കം ഈ അച്ചാറത്തിന് 3000 വേണ്ടേ? അപ്പൊ ടോട്ടൽ ഒരു ബിരിയാണി എത്ര രൂപ? ഇവിടെ ഇപ്പൊ ഒരു 10,000 വരും. 5 രൂപ എനിക്ക് വേണ്ട. അന്നേട്ടാ എനിക്ക് ഇതൊന്നും വേണ്ട. വേറെ എന്താണ് ചായ? ചായ ചായ സാധാരണക്കാർ ചായ. ഇത് നമ്മുടെ കട സാധാരണക്കാർക്ക് വന്ന് കുടിക്കാൻ പറ്റിയ ചായക്കടയാണ്. അതാണ് സ്പെഷ്യൽ. അപ്പൊ നമ്മുടെ ചായക്കട ഒരു രൂപയ്ക്ക് ചായ. 1 രൂപ ചായ? നിങ്ങള് വേറെ അവിടെ കടയിൽ എത്ര രൂപ ചായ കുടിക്കും? 12 രൂപ. അപ്പൊ ഒരു ചായക്ക് 10 കുടിക്കാം. 1 രൂപ ചായ 10 കുടിക്കല്ല. സമയം ലേറ്റ് ആവില്ല, പെട്ടെന്ന് ചായ കിട്ടും. അതാണ് ഇവിടെ ചൂടോടെ എന്ത് കഴിക്കാം. ചായ. ഞാൻ ചായ കുടിക്കാൻ പോട്ടെ. എന്താ ചായ? ചായ വന്നാ പച്ചവെള്ളം ചേട്ടാ. ചായപ്പൊടിയും പഞ്ചസാരയും മറ്റേ പാലൊക്കെ വെച്ച് വരുമ്പോ 350 രൂപ ഒരു ചായക്ക്. ചായ ഉണ്ട്. അല്ലേട്ടാ ഒന്നും കഴിക്കാൻ പറ്റില്ലേട്ടാ. ഇവിടെ എന്ത് കഴിക്കുന്ന അഡീഷണൽ ആയിട്ട് സാധനം എക്സ്ട്രാ കാശ് കൊടുക്കും. അഡീഷണൽ പൈസ കൊടുക്കണം. എന്നാട്ടോ പറയുന്നത്? അത് സത്യമാണോ? ഇവിടെ ഹൈജീനിക് ഹോട്ടലാണ്. ഇവിടെ ഒരു ഈച്ചനെ കണ്ട 10,000 രൂപ. 10,000 രൂപ. ഈച്ചില്ലവിടെ. അപ്പൊ ഒരു ഈച്ചനോടെ കണ്ടെങ്കിൽ ചേട്ടൻ 16 രൂപ തരാനുണ്ടല്ലോ. അതിന് പിടിക്കാൻ വേണ്ടി 5 പണിക്കാർ നിർത്തില്ല. ഓഹോ, വല്ല പണിക്കാരായിട്ട് വന്നാ. പിന്നെ ഇവിടുത്തെ ബിരിയാണി ചിക്കൻ വേറെ സ്പെഷ്യൽ. ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ കൊല്ലാത്ത ചിക്കനാണെന്നുള്ളത് സത്യമാണോ? ഇവിടുത്തെ ചിക്കൻ നമ്മൾ ചത്ത കോഴിന് ഒരിക്കലും ബിരിയാണി ചാവാത്ത കോഴിന്റെ ബിരിയാണി വെക്കുള്ളൂ. ചാവാത്ത കോഴിയുടെ ബിരിയാണി വെക്കുള്ളൂ. ഞങ്ങൾ ബിരിയാണി ഒക്കെ ഞങ്ങൾക്ക് തന്നെ കടയുണ്ട്, കോഴിക്കടയുണ്ട്. ആ കോഴിക്കടയിൽ ഞങ്ങൾ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പ്രോട്ടീൻ ആഹാരം കൊടുക്കുള്ളൂ കോഴിക്ക്. അത് 2 മണിക്കൂർ പ്രോട്ടീനാണ്. അതിന്റെ ആരോഗ്യത്തിന് നമുക്ക് കൊടുത്തിട്ട് അതിന് 2 മണിക്കൂർ തീർന്നിട്ട് കൊടുക്കണ്ടാവാ. അതെ, അത് തിന്നിട്ട് അത് 2 മണിക്കൂർ ദഹിച്ച് അതിന്റെ ശരീരത്തിന് ആ മീറ്റിലൊക്കെ ഈ എഫക്റ്റ് പിടിച്ചിട്ടാണ് ഞാൻ കോഴിയോട് പറയും, കോഴിയെ ബിരിയാണി വെക്കാൻ പോട്ടാ. അങ്ങനെ മുറിച്ചിട്ട് വരുന്ന ബിരിയാണിയാണ് ഇതിന്. അതിന് ഇത്രയും കാര്യം. അല്ലാണ്ട് കോഴി ബിരിയാണി അങ്ങനെ കോഴി കൊന്നിട്ട് അങ്ങനെ കോഴി കൊല്ലണം കുഴപ്പമില്ല. ആ മീറ്റിന് നല്ല പ്രത്യേക ടേസ്റ്റാണ്. സ്പോഞ്ച് പോലെ ഇരിക്കും. പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞ ചേട്ടൻ കൊന്നിട്ട് ഫ്രീസറിൽ 5 ദിവസം വെച്ചിരുന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടത്. ഈ മാതിരി ചെയ്യിക്കുന്ന ആരും ചെയ്യില്ല. 2 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ കോഴിന് മുറിക്കുന്നത്. ആ കോഴിന് വെച്ച് ആ കഴിച്ച ഭക്ഷണത്തിന് നല്ല എഫക്റ്റ് ഉണ്ടാവും. എന്നിട്ടാണ് ബിരിയാണിക്ക് ഇത്ര ക്വാളിറ്റി കൂടുന്നത്. ഞാൻ കേറുമ്പോ തന്നെ എന്നെ ആകർഷിച്ച സംഭവമുണ്ട്. സാധാരണക്കാരെ കടയിൽ നല്ല വില കൂടിയ ടൈൽ അവിടെ വിറ്റുണ്ടാവും. ഫ്രണ്ടിലുണ്ടാവും. ആൾക്കാർ കയറി നമ്മളങ്ങനെ നമ്മുടെ ടൈലാണ് ലക്ഷങ്ങളൊരു വില വരുന്ന ടൈലാണ് ബാത്റൂമിൽ വിറ്റിയതില്ല. ബാത്റൂമിലാണ് നമ്മുടെ ഭക്ഷണം കഴിച്ച് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ. ആൾക്കാർ അവിടെ തിന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വയറിലേക്ക് ഓടി പോകണം. അതന്നെ. അത് ശരിയാ. അപ്പൊ ആൾക്കാരൊന്ന് സൂക്ഷിക്കുക. ഏറ്റവും വില കൂടിയ ടൈലാണ് ബാത്റൂമിൽ ഇട്ടുള്ള. ചേട്ടൻ്റെ ഒരു കടയിൽ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. ഈ ഇത്രയും വലിയ എൽമാളിന്റെ ഉള്ളിൽ നമ്മൾ കട നടത്തണമെങ്കിൽ എന്തൊരു എക്സ്പെൻസ് ഉണ്ടാവും. എന്നിട്ട് ഈ സാധാരണക്കാർക്ക് മാത്രമായിട്ട് നമ്മ ഈ ഫുഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് കണ്ണു കെട്ടി? എനിക്ക് ഇതിന് മനസ്സിലായത് ചേട്ടന് എന്തെങ്കിലും നാട്ടുകാരെ പറ്റിച്ച് തിന്നാലേ വയറ്റിന് പിടിക്കുള്ളൂ ചേട്ടാ. അപ്പുറത്തെ വനിത ഹോട്ടൽ അൺലിമിറ്റഡ് സാമ്പാറും ചോറുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു പ്ലേറ്റ് സാമ്പാറിന് 20 രൂപ കൊടുക്കണം.
രണ്ടാമത്തെ ഓർഡർ ചെയ്യുമ്പോഴോ വീണ്ടും ഇതിന് കൊടുക്കണം. അപ്പൊ 40 കൊടുക്കണം. സാമ്പാറിന് മാത്രം. സാമ്പാർ. അപ്പൊ അങ്ങനെ കൂട്ടിയപ്പോ ഒരു ഊണ് എത്ര രൂപയായി? 150 രൂപ ഊണല്ലേ? അവിടെ 25 രൂപയ്ക്ക് ഊണും കിട്ടും, അൺലിമിറ്റഡ് ചോറും കിട്ടും, കറിയും കിട്ടും. നല്ല പിടുത്തം പിടിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് തിന്നിട്ട് വരാം. നിങ്ങൾ ഈ കാണുന്ന വീട് ആൾക്കാർ ഇവിടെ കയറണം. ഇവിടെ കയറണം. അപ്പോൾ നമ്മൾ ഗുഡൻസ് മനസ്സിലാവും. ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടപ്പോ ഞങ്ങൾ അവിടെ പോയി കഴിച്ചു. അപ്പൊ എല്ലാവർക്കും സ്മിർനാൾ ഹോട്ടലിലേക്ക് സ്വാഗതം. ശരി ചേട്ടാ. ഓക്കെ.